Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Prayer Good പറഞ്ഞോ morning, ma'am. Okay, ma'am. ദൈവമേ ഞാൻ സവിധി കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. ദൈവമേ ഞാൻ നിൻ സവിധി കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. വിദ്യയേകിടും ഈ വിദ്യാലയത്തെയും നേർവഴി കാട്ടുന്നോരധ്യാപകരെയും നീ തന്നതാമെൻ മാതാപിതാക്കളെയും നിന്നനുഗ്രഹത്താൽ നിത്യം നിറച്ചിടണമേ. ദൈവമേ ഞാൻ നിൻ സവിധേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. താങ്ക് യു മാം. Miss, good morning, all of you friends. Good morning. തിരിച്ചടികളും തടസ്സങ്ങളും ജീവിതത്തിന്റെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാ? ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ. തിരിച്ചടികളും തടസ്സങ്ങളും ജീവിതത്തിന്റെ ഭാഗങ്ങളാണ്. അവസ്ഥ ഏതുമാകട്ടെ പ്രതീക്ഷ കൈവിടാതിരിക്കുക. സൂര്യപ്രകാശം എത്തും വരെ മാത്രമേ ഇരുട്ടിന് ആയുസുള്ളൂ എന്ന് ഓർക്കുക. താങ്ക് യു. Okay. Sign in ആരാണ്? പറയാം. ക്ഷമ പറയണം. സൈമ. ക്ഷമ. ഞാൻ ക്ഷമ എന്നല്ലേ പറയണേ? അതെ. ഇന്നലെ നമ്മുടെ ഹർത്താലിന് ശേഷം ഒരു ലീവൊക്കെ കഴിഞ്ഞ് ഇന്ന് വന്ന ക്ലാസ്സിന് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട മാമിനും അപർണ മിസ്സിനും സ്വാഗതം. ഓക്കെ. എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നോ? ആക്ഷൻ സോങ് മാം. ചാർട്ട് ഒന്നുമില്ല? അത് അടുത്ത ക്ലാസ്സിലാണ് പറഞ്ഞത്. നെക്സ്റ്റ് ക്ലാസ്സിലാണ്. നമ്മൾ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പായിട്ടാണ് ഞങ്ങൾ എല്ലാവരും 11:30 തന്നെ ഇവിടെ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ സംസാരങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, പോയ ആള് റീച്ചു. ഓക്കെ, നമ്മൾ ഏത് ചാപ്റ്ററിന്റെ ഭാഗമായിട്ടായിരുന്നു ആക്ഷൻ സോങ് പറഞ്ഞത്? ചൈൽഡ് വെൽഫെയർ അല്ലേ? ഹെൽത്തി ഹാബിറ്റ്സ് അല്ലേ പറഞ്ഞത് ആക്ഷൻ സോങ്? അതെ. ഹെൽത്തി ഹൈജീന്റെ. ഓക്കെ, ഹെൽത്തി ഹൈജീൻ, ഹെൽത്തി ഹാബിറ്റ്സ്. ഓക്കെ ഏടാ, പ്രസന്റ് ചെയ്തോ കേട്ടാ. പേര് അയക്കുകയാണെങ്കിൽ അതനുസരിച്ച് പിൻ ചെയ്യാം കേട്ടാ. ആരും ലിറ്റി പ്രസന്റ് ചെയ്തോ കേട്ടോ. Okay, ma'am. Today we are going to learning good habit song. Okay. Early to bed, early to rise. Wish good morning, wish good night. Early to bed, early to rise. Wish good morning, wish good night.
Follow good habits, be a good child. Follow good habits, be a good child. Bath every day, brush your teeth, comb your hair, cut your nails. Bath every day, brush your teeth, comb your hair, cut your nails. Follow good habits, be a good child. Follow good habits, be a good child. Go wash your hand before after meal. Fight with germs and clean, surround clean. Go wash your hands before after meal. Fight with germs and keep surround clean. Follow good habits, be a good child. Follow good habits, be a good child. Thank you, ma'am, and thank you, friends. ഡിറ്റി സൂപ്പർ ആയിട്ടുണ്ട് ട്ടാ. ഡിറ്റി ഇതൊക്കെ Thank you. ചെയ്തിട്ട് നല്ല പ്രാക്ടീസ് ഉള്ളത്. ഓക്കെ. ഡാൻസ് ഒക്കെ ചെയ്യാനായിട്ടൊക്കെ. കോൺഫിഡൻസ് കിട്ടുന്ന കുറച്ച് വല്ല ഡ്രിങ്ക് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നേക്ക്. ഇത്ര കോൺഫിഡൻസ് എനിക്കില്ല മിസ്. ഓക്കെ, ഇനി പ്രിപ്പയർഡ് ആയിട്ടുള്ളവർ ആരൊക്കെയാണ്? മിസ്സേ പാടാൻ അറിയില്ല, വായിക്കാൻ അറിയുള്ളൂ. ഇനി ആരെങ്കിലും പാടട്ടെ. ശ്രമിച്ചു റീജോ. വേണ്ട മിസ്സേ, അടുത്ത ക്ലാസ്സിന് വേണ്ട. അടുത്ത ക്ലാസ്സിൽ ഇല്ലേ നമുക്ക് എന്ന് പറയാനായിട്ട്. അന്ന് അടുത്ത ആരെങ്കിലും പറഞ്ഞിട്ട് ഞാൻ പറയാം മിസ്സേ. ഇപ്പൊ വരെ വേറെ ആരാണ്? ഞാൻ പാടാം മാം. ഓക്കേടാ, പ്രസന്റ് ചെയ്തോ കേട്ടോ. ഞാൻ വീട്ടിലില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ ഓൺ ആക്കുന്നില്ല. Two little hands go clap clap clap, two little feet go tap tap tap, one little head goes side to side, two little eyes are open wide. Okay, thank you ma'am. ഇനി ആരാണ്? നിനക്ക് എന്താ കുട്ടികളെ പേടി? പ്രസന്റ് ചെയ്തൂടെ? ഞങ്ങള് മാത്രല്ലേ ഉള്ളൂ. വിസ്മയ, പ്രിപ്പയർഡ് ആണോ നിങ്ങള്? വിസ്മയ പ്രസന്റ് ചെയ്തോട്ടെ. മാം ഞാൻ പ്രസന്റ് ചെയ്യാൻ കുറച്ച് സമയം വേണേ, മോള് ഭയങ്കര ബഹളം. ഓക്കേടാ, വേറെ ആരാണ്? ഓക്കെ, മാം ഞാന് പ്രിപ്പയർഡ് ആയിരുന്നു, പക്ഷെ ഡിറ്റി പാടിയ അതേ സോങ് തന്നെയായിരുന്നു എന്റേതേ. അപ്പൊ ഞാൻ അത് പറയുന്നില്ല. ഞാൻ വേറൊന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് ആക്ഷൻ ആയിട്ട് ഞാൻ പ്രിപ്പയർഡ് അല്ല. ഞാന് പാടാം. ഓക്കേടാ. എല്ലാം കൂടി കുറച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ മാം, എല്ലാ സോങ്ങും കൂടി ആയിട്ട്. Early to bed, early to rise, wish good morning, wish good night, follow good habit, be a good child, follow good habit, be a good child, brush your teeth, make your teeth white and strong, take your bath, keep your body clean and healthy, comb your hair and make it neat, cut your nails, no more dirts and no more tiles, wash your hands before and after your food, fight with germs and keep yourself clean, eat your food, keep your body strong, play your game, keep your body fit,
Follow good habits, be a good child. Follow good habits, be a good child. Thank you, ma'am. നന്നായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ആരാണ്? അതെന്താന്നറിയോ, ഞാന് മറ്റേത് ഡിറ്റി പാടിയില്ലേ, അതേ സോങ് ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് വീഡിയോ ഓണാക്കി ചെയ്യാൻ വിചാരിച്ചു. പക്ഷെ ഡിറ്റി അത് ചെയ്തതാണ്, വീണ്ടും അത് ചെയ്യണ്ട വിചാരിച്ചിട്ട് ഞാൻ വേറൊരു സോങ് കൂടി എഴുതി. പക്ഷെ അത് വീഡിയോ ഓണാക്കി ചെയ്യാനുള്ളത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല കാണാണ്ട്. അതുകൊണ്ടാണ്. അങ്ങനെയില്ല കേട്ടോ. നമ്മളിപ്പോ സെയിം ഇപ്പോ ആക്ഷൻ സോങ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് സെയിം തന്നെ ആയിരിക്കും ചിലപ്പോ ക്ലാസ്സിലെ ഭൂരിഭാഗം കുട്ടികളും പ്രസന്റ് ചെയ്യുന്ന ആക്ഷൻ സോങ്. പക്ഷേ ഓരോരുത്തരുടെയും അവതരണം എന്താണ് ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. സെയിം സോങ് തന്നെ പല പ്രസന്റ് ചെയ്യുന്നത്. ഷൈമ പഠിച്ചതല്ലേ, നമ്മൾ കാണട്ടെ. ഓക്കെ. ക്യാമറ ഓൺ ചെയ്ത് പ്രസന്റ് ചെയ്യാൻ പ്രിപ്പയർഡ് അല്ലേ? അപ്പൊ അതൊന്ന് പ്രസന്റ് ചെയ്യാൻ ചെയ്യോടാ. ഷൈമ പ്ലീസ് ചെയ്യൂ. ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ക്ഷമ ചെയ്യും. ഓക്കെ മാം. കാണണ്ടോ മാം? കാണാം. കാണുന്നുണ്ടോ? Yes. Early to bed, early to rise. Wish good morning, wish good night. Follow good habits, be a good child. Follow good habit, be a good child. Bath every day, brush your teeth, comb your hair and cut your nails. Follow good habit, be a good child. Follow good habit, be a good child. Wash your hands before and after meals. Fight with the germs and keep your body clean. Follow good habit, be a good child. Follow good habit, be a good child. Thank you, ma'am. അടിപൊളിയുണ്ട് കേട്ടോ. നന്നായിരുന്നു കേട്ടാ. മിസ്സിനെ ആരെ പാടാം? റീജു 1 മിനിറ്റ് പിൻ ചെയ്തിട്ടാടാ. അയ്യോ പിന്നൊന്നും ചെയ്യണ്ട മിസ്. pin ചെയ്ത്. ഇവരുടെ പാടില്ലേ? വീഡിയോ ഒന്നും ഓണാക്കുന്നില്ല മിസ്. Brush your teeth, bath your body every day. Cut your nail, dress, change every day. Wash body your wash after and before food. Smile your lips. Comb your hair. Thank you, miss. Thank you, friends. മിസ്സേ വീഡിയോ ഓൺ ആക്കാതെ കേട്ടോ. പാടട്ടോ. പാടിക്കോടാ. വീഡിയോ ഓണാക്കാണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കേക്കാമോ? മിസ് എന്നോട് ഗുഡ് പറഞ്ഞിട്ടില്ല മിസ്. എന്നോട് ഗുഡ് പറഞ്ഞിട്ടില്ല. അയ്യോ റീജു സൂപ്പർ ആയിരുന്നു. താങ്ക് യു. കേക്കാമോ മിസ്സേ? കേക്കാം. പ്രസന്റ് ചെയ്തോ? എന്താണ് കേക്കായോ? ബ്രഷ് പ്രസന്റ് ചെയ്തോടാ. കേക്കാമോ? ഹലോ, കേക്കാമോ? Brush your teeth. Okay. Brush your teeth gently every day. Up and down and every spot. Brush it every day. Wash your face every morning bright. Keep it clean so fresh and bright. Feel so good and right. കേക്കാമോ? Wash your hands, clean them every time. Rub and scrub and rub, keep them clean and prime. Move around, exercise and play. Jump and run and have some fun, healthy every day. Eat your foods, veggies, fruits and grains. Milk and cheese will make you strong, healthy habits gain. Read a book, exercise your mind. Story tales and fairy tales, knowledge will you find. Smile a lot, spread your joy around.
ഓക്കെ എടാ, നന്നായിരുന്നു കേട്ടോ. ഇത്രേ ഉള്ളൂ മിസ്സേ. ഓക്കെ, നന്നായിരുന്നു. ഇനി വേറെ ആരെങ്കിലും പ്രിപ്പയർഡ് ആണോ? ഓക്കെ ഓക്കെ, മിസ്സിനെ പറഞ്ഞോടാ. Wake up early in the morning, brush your teeth twice a day, twice a day. Take a bath every day, take a bath every day. Wear clean clothes, cut the nails once in a week. Wear clean clothes, cut the nails once in a week. Wash your hands before and after the meal. Wash your hands before and after the meal. Respect elders, do not fight. Respect elders, do not fight. Go to sleep early in the night. Go to sleep early in the night. Thank you. നന്നായിട്ടുണ്ട് സ്നേഹ. നന്നായിരുന്നു കേട്ടോ. Thank you, ma'am. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അല്ലേ? അതിൽ എവിടെ വരെ എടുത്തു എന്നറിയാവോ? കോമ്പൻസേറ്ററി ഡ്യൂട്ടീഷൻ ഒക്കെ പറഞ്ഞോ? കേൾക്കുന്നില്ലേ നിങ്ങള്? കേൾക്കുന്നുണ്ട് മിസ്സേ, എനക്ക് വലിയ ഊഹമില്ല, അതാ ഞാൻ ഒന്നും പറയാത്തെ. മാം നമ്മള് ടെക്സ്റ്റ് എടുക്കുന്നുള്ള മിസ്സേ. ചിൽഡ്രൻ വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ് വരെ എടുത്തായിരുന്നു. ഇനി അടുത്തത് ചിൽഡ്രൻ വിത്ത് ഹിയറിംഗ്, അതാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. യെസ് മാം. രണ്ടാമത്തെ മുതൽ start ചെയ്യാം. അല്ലേ? കോമ്പൻസേറ്ററി ഡ്യൂട്ടീഷൻ പേജ് നമ്പർ 32. കേട്ടോ. ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾ ആരെങ്കിലും പരിചയമുണ്ടോ നിങ്ങൾക്ക്? കേൾവി പരിമിതിയുള്ള കുട്ടികള്. ഓക്കെ, ഉണ്ട്. അടുത്തുള്ളാണോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആണോ? ഇല്ല, പഠിച്ചിരുന്ന സമയത്ത് ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആൾ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു മിസ്സേ പഠിക്കുന്ന സമയത്ത്. ആ കുട്ടിയുടെ ചെവിയിൽ എപ്പോഴും ഒരു ഇതുണ്ടാവും, ഹിയറിംഗ് എയ്ഡ്. അതെ. ഓക്കെ, ഇന്ന് നമുക്ക് ഹിയറിംഗിന്റെ പരിശോധനയൊക്കെ ജനിച്ചാൽ ഉടനെ തന്നെ നടത്തുന്നുണ്ട്. കേൾവിപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ, അല്ലെങ്കിൽ കേൾവിപരമായിട്ട് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് എന്റെ മോളത് ചെയ്തിനു മിസ്സേ, പ്രസവിച്ച പാടും. അപ്പൊ പറഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ വന്നിട്ട് ചെക്ക് ചെയ്യണം. ഞാൻ പോയിട്ടില്ല, ഇപ്പൊ 7 മാസമായി. ചെക്ക് ചെയ്യണുണ്ട്. ചിലപ്പോ ആ സമയത്ത് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് കണ്ടതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. കുട്ടിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലാതോ? നമ്മൾ വിളിക്കുമ്പോഴൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? ആ മിസ്സേ, ഇതാ ഉണ്ടോ? ഹായ് ഹായ്. കുഴപ്പമില്ല. അപ്പൊ കുഴപ്പമുണ്ടാവില്ല. അപ്പോ നമ്മള് ജനിച്ചാൽ ഉടനെ കുട്ടികൾക്ക് കേൾവി പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാല് ഹിയറിംഗ് പ്രോബ്ലംസ് നേരത്തെ ഐഡന്റിഫൈ ചെയ്യാനും അതിന് വേണ്ട റെമഡീസ് അല്ലെങ്കിൽ എന്താ പറയാ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾവിക്കുറവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആണ് അവിടെ ബ്രേക്ക് ചെയ്യുന്നത് അല്ലേ? നമുക്ക് ഒരാൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല, നമുക്ക് അവര് പറയുന്നത് മനസ്സിലാകുന്നില്ല എന്ന് ആലോചിച്ചൊക്കെ. ഞാനിപ്പം പെട്ടെന്ന് മ്യൂട്ട് ചെയ്തിട്ട് കുറെ നേരമായിട്ട് ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കും. ഞാൻ പറയുന്നൊന്നും നിങ്ങൾക്ക് കേൾക്കുന്നില്ല. നമ്മളിപ്പോ ടൂറൊക്കെ പോകുന്ന സമയത്ത് വയനാട് അങ്ങോട്ടെല്ലാം പോകുന്നേരം ഊട്ടിയിലെല്ലാം പോകുന്നേരം പെട്ടെന്നുണ്ട് ചെവി നമുക്ക് അടിഞ്ഞു കഴിഞ്ഞാല്
അനക്കുണ്ട് അങ്ങനെ ചില സമയം പിന്നെ പറയുന്നൊന്നും മനസ്സിലാവൂല, കേൾക്കൂല. അത് വല്ലാത്ത അവസ്ഥ. അന്നേരം നമ്മൾ ചിന്തിച്ചു പോവാ ചെവി തീരെ കേൾക്കാത്ത അവരെ അവസ്ഥ എന്താന്നുള്ളത്. ഞാൻ എപ്പോഴും പറയലുണ്ട് അങ്ങനെ. അപ്പോ കേൾവി ഒട്ടും ഇല്ലാത്ത കുട്ടികളെ സംബന്ധിച്ച് വളരെയധികം പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ്. നമ്മൾ പറയുമ്പോൾ അത് അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ കേൾവി പ്രശ്നം ഉണ്ടെന്ന് ഫ്രണ്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവനെ കളിയാക്കുമല്ലേ, പല പേര് പറഞ്ഞ് അവനെ കളിയാക്കും. നമ്മുടെ ക്ലാസ്സിൽ എടുക്കുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ഒരു പേര് പറയുമ്പോ തന്നെ അവർ ഭയങ്കര, ആ ഒരു പേര് അവന് കേട്ടില്ലെങ്കിൽ പോലും അവൻ ചുണ്ടുകൊണ്ട് അത് മനസ്സിലാക്കും. ആ പേര് അവന് ഭയങ്കരമായിട്ട് വിഷമാവും. അവൻ ചിലപ്പോ ചെന്ന് തല്ല് പിടിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം എന്താണ്? അവനത് അവര് പറയുന്നത് മനസ്സിലായത്. അപ്പോൾ കേൾവി പ്രശ്നം, കേൾവി കുറവ് എന്ന് പറയുന്നത് നമുക്ക് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇന്ന് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് കേൾവിയുടെ ഗ്രാവിറ്റിയും കാര്യങ്ങളും ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും, ഹിയറിംഗ് എയ്ഡ് ഒക്കെ യൂസ് ചെയ്ത്. പക്ഷേ കേൾവി പൂർണ്ണമായും ഇല്ലാതാകുക എന്നത് നമുക്കൊന്നും റിക്കവർ ചെയ്യാനായിട്ട് പറ്റില്ല. അവരെ സംബന്ധിച്ച് അവരുടെ കമ്മ്യൂണിക്കേഷൻ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാണ്. അപ്പൊ അവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഒട്ടും കേൾവി ഇല്ലാത്ത കുട്ടികള് ആക്ഷൻസ്. പണ്ട് ഞാൻ ചെറുപ്പത്തിൽ കണ്ടിരുന്ന ഒരു സിനിമ, പൃഥ്വിരാജിന്റെയും ജ്യോതികയുടെയും ഒരു സിനിമ. കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, തമിഴാണ്. കണ്ടിട്ടുണ്ടോ? അതിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ത്രൂ ആക്ഷൻസിലൂടെയും ലിപ് റീഡിങ്ങിലൂടെയുമാണ്. കണ്ടിട്ടുണ്ട്? ഓക്കെ. ത്രൂ ആക്ഷൻസും ലിപ് റീഡിങ്ങിലൂടെയുമാണ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നത്. അല്ലെങ്കിൽ മലയാളം ഫിലിം ഉണ്ടല്ലോ, ഊമപ്പെണ്ണിന് ഉരിയാട ചിക്കൻ. അതിലും അതിലെ ആക്ഷൻസിലൂടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ത്രൂ ആക്ഷൻ, ത്രൂ ലിപ് റീഡിങ്, അല്ലെങ്കിൽ ലിപ് റീഡിങ്ങും ആക്ഷൻസും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ പറയാ, കോമ്പൻസേറ്ററി ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണ് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഹിയറിംഗ് ഇമ്പയർമെന്റ് ട്രീറ്റ്മെന്റ് ഓരോ എന്താ പറയാ, ഓരോ സെയിം ആയിരിക്കില്ല, സെയിം രീതിയിലായിരിക്കില്ല ട്രീറ്റ്മെന്റ്. കാരണം ആ ഹിയറിംഗ് ഇമ്പയർമെന്റ് തോതനുസരിച്ച്, ആ ഗ്രാവിറ്റി അനുസരിച്ചായിരിക്കും ട്രീറ്റ്മെന്റ് മാറുന്നത്. ഓക്കെ. ഇനി ഫാമിലി ഹിസ്റ്ററി ഹിയറിംഗ് പ്രോബ്ലംസിന് ഒരു വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫാമിലിയിൽ ആർക്കെങ്കിലും ഹിയറിംഗ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അച്ഛനും അമ്മയോ ഡെഫ് ആണെങ്കിൽ, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഹിയറിംഗ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കുട്ടിക്കും ഈ ഒരു പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായോ? ജന്മന ആണെങ്കിലല്ലേ മാം അങ്ങനെ വരിക? അതായത് ഇപ്പൊ ഫാദറിന് ജന്മന ആണെങ്കിലല്ലേ കുട്ടികൾക്ക് തന്നെ വരിക? അതെ. അല്ലാതെ ഇപ്പൊ പാരന്റ്സിന് ആർക്കെങ്കിലും എന്താ പറയാ, എന്തെങ്കിലും എന്താ പറയാ ഹെറിഡിറ്ററി ആയിട്ട് ഒരു സമയം കഴിയുമ്പോൾ കേൾവി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്കും വരും. എന്താ പറയണെന്ന് വെച്ചാ, ഇവിടെ ഏട്ടന്റെ അനിയന് രണ്ട് ചെവി ചെറുതിൽ ഇങ്ങനെ വെള്ളം വരുന്നു. അവര് ശ്രദ്ധിച്ചില്ല തോന്നുന്നു. ഇപ്പൊ ഒരു 6 വർഷമായിട്ട് മൂപ്പര് ഒരു ചെവി മൊത്തം പോയി. റൈറ്റ് സൈഡത്തെ മാത്രമേ കേൾക്കുള്ളൂ, അതിൽ മാത്രമേ ഇങ്ങനെ ഫോൺ വെക്കുള്ളൂ. പക്ഷെ അതില് ഇയറിംഗിന്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, ഉള്ളിലോട്ടായിട്ടുള്ള ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്. ആ മെഷീൻ ഭയങ്കര സൗണ്ടാ അവർക്ക്. നല്ല ആദ്യമൊക്കെ കേൾക്കുമ്പോ തന്നെ ഒരു മൈന്യൂട്ട് സൗണ്ട് അടക്കം അതിൽ നല്ല നന്നായിട്ട് കേൾക്കുമായിരുന്നു. അപ്പൊ നമുക്ക് തന്നെ അത് അറിയാം, അടുത്ത് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഭയങ്കര സൗണ്ടാ, നമുക്കൊന്നും താങ്ങാൻ പറ്റില്ലത്. അതിന്റെ ആ വേരിയേഷൻ താങ്ങാൻ പറ്റില്ല. മൂപ്പരിപ്പോ ഒന്നിലത് വെക്കുന്നുണ്ട്, ഒരു ചെവി മൊത്തം പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു 6-7 വർഷമായിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. അതാ ഞാൻ ചോദിച്ചത്, ഭാവിയിൽ കുട്ടികൾക്കൊക്കെ അങ്ങനെ വരുമോ ചോദിച്ചത്. ഹെറിഡിറ്ററി ഡിസീസ് ആണെങ്കിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്, പാരമ്പര്യമായിട്ടുള്ള അസുഖമാണെങ്കിൽ. കാരണം വീട്ടിൽ വേറെ അച്ഛനമ്മയ്ക്കും ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല, ആർക്കും ഇല്ല. ഇതിപ്പോ ഇവർക്ക് അമ്മ പറയുന്നത് കേട്ടതാണ്, ഏട്ടന്റെ അമ്മ പറയുന്നത് കേട്ടതാണ്. ചെറുതിലെ ചെവി ഇങ്ങനെ ഒലിക്കുമായിരുന്നു. അപ്പൊ അന്നൊന്നും ശ്രദ്ധിച്ചില്ല. ചെറിയ പിള്ളേര് ഓടിച്ചാടി കളിക്കുന്നവരൊക്കെ അല്ലേ. അപ്പൊ അന്നൊന്നും പണ്ടുള്ള അമ്മമാരൊന്നും അത് ശ്രദ്ധിക്കില്ലല്ലോ. അവർക്ക് പണിത്തിരക്ക്, പാടം, പറമ്പ് പറഞ്ഞ പോലെ അങ്ങനെ നടക്കുന്നതല്ലേ. അപ്പൊ അങ്ങനെ ആയതാന്നാ പറയണത് ഡോക്ടേഴ്സ്. അറിയില്ല, കൃത്യമായിട്ട് അറിയില്ല എന്താ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയാ, ഇഷ്ടമുള്ള ഫുഡ് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഗർഭിണികൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കൊടുത്തിട്ടില്ലേല് കുട്ടിക്ക് ചെവിന്ന് ഒലിക്കുന്ന് പറയുന്ന കേൾക്കാം. അതേപോലെ എന്റെ കഴിഞ്ഞ മോനിക്ക് ഉണ്ടേനു ചെവിന്ന്. അപ്പൊ എല്ലാരും ചോദിക്കും, നിനക്ക് എന്താ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാണ്ടായത്? അപ്പൊ നമ്മൾ ആ ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് ലെവലാവും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്.
എനിക്ക് മനസ്സിലാവുന്നില്ല എന്താന്ന്. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. ചെവിട്ടിൽ വിളിക്കുന്നു അറിയോ, ഗർഭിണികൾക്ക് ഇഷ്ടമുള്ള ഫുഡ് അതായത് അതിന്റെ ആഗ്രഹം ഉണ്ടോന്ന് ചോദിക്കൂലേ നമ്മള് ഗർഭിണികളോട്. അങ്ങനെ ഉണ്ട് സംഭവം. ഓക്കെ. കുറെ മിത്തും വിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ഗർഭിണികൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി അവര് തന്നെ ക്രിയേറ്റ് ചെയ്തതാവാം അല്ലെ? അല്ല, ശരിക്കും 100% ഉള്ളതാ. ഓക്കെ, ഞങ്ങൾ വിശ്വസിച്ചു. എനിക്കൊക്കെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എനിക്ക് എന്താ പറയാ, ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ കഴിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് കൊറോണ ആയിരുന്നു. ഞാൻ കഴിച്ചിട്ടില്ല. നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ജസ്റ്റ് എനിക്കും അങ്ങനെ കുഴപ്പമില്ല. ഓക്കെ, ഞാൻ വിശ്വസിച്ചു. സെറ്റ്. ഓക്കെ, അങ്ങനെയല്ല. ഹിയറിംഗ് പ്രോബ്ലംസ്. ഓക്കെ, നമുക്ക് ആ ഒരു ടോപ്പിക് അവിടെ വെച്ച് നിർത്താം. നമ്മൾ ഹിയറിംഗിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഡെഫ് പാരന്റ്സിന്റെ കുട്ടികൾക്ക് ഭാവിയിൽ ഡെഫ് ആവാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ജനിക്കുമ്പോൾ കേൾവി കുറവായിട്ട് ജനിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഫാമിലി ഹിസ്റ്ററി. നിങ്ങൾ ക്ലോസ് റിലേഷൻ മാരേജസ് കേട്ടിട്ടുണ്ടോ? ക്ലോസ് റിലേഷൻ മാരേജസ്, മുറപ്പെണ്ണ് മുറച്ചിക്കൻ എന്നുവെച്ചാല് മുറയും മാമൻ മുറ കേട്ടിട്ടുണ്ടോ? തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്. എന്നുവെച്ചാല് അമ്മയുടെ ആങ്ങളനെ ആയിരിക്കും അനന്തരവള് കല്യാണം കഴിക്കുന്നത്. പറഞ്ഞോടാ. അങ്ങനെ കല്യാണം കഴിക്കുന്നാകുമ്പം കുട്ടിക്ക് കുറെ ഡിഫക്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ എന്റെ ഒരു റിലേഷനിലുണ്ട്. വൺ ഓഫ് ദി ഡിഫക്റ്റ് ആണ് ഹിയറിംഗ് ഇമ്പയർമെന്റ്. ഹിയറിംഗ് ഇമ്പയർമെന്റ് വരാം. മോനെ എന്താണ് പറഞ്ഞത്? ക്ലിയർ ആയിട്ട് പറയോ, എന്താ പ്രശ്നം? മുറച്ചെറുക്കനും മുറപ്പെണ്ണും ആവുന്നത്. എന്താണ്? ഈ മുസ്ലിംസിലും ഉണ്ട് അങ്ങനെ, അമ്മയുടെ ആങ്ങളെ മുറച്ചെറുക്കനാകുന്നത്. അങ്ങനെ ഉണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ. ആണോ? റിലേഷനിൽ ഇങ്ങനെ ചെയ്യുമ്പോ എന്തെങ്കിലും രോഗങ്ങളെല്ലാം വരുത്തുണ്ട് കേൾക്കുന്ന. അങ്ങനെ പറയുന്നുണ്ട്. ക്ലോസ് റിലേഷൻ മാരേജസ് ആണെങ്കിൽ കുട്ടികൾക്ക് ഇതേപോലത്തെ എന്താ പറയാ ഡിസബിലിറ്റീസും കാര്യങ്ങളും വരുന്നുണ്ട്. അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിസ്മയ എന്താ പറഞ്ഞത്? എന്റെ റിലേഷനിൽ അങ്ങനെ ഒരു കേസുണ്ട്. അവർ ഇതുപോലെ മുറപ്പെണ്ണ മുറച്ചെറുക്കനാ. അപ്പൊ ആദ്യത്തെ കുട്ടി എന്ന് പറയുമ്പോൾ കണ്ണിനും ചെവിക്കും പിന്നെ കുട്ടിയുടെ നടു ഒന്ന് വളഞ്ഞിട്ടാണ് ഇരിക്കുക. അതിനൊരു ബെൽറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. പക്ഷെ 3 കുട്ടികളുണ്ട്. രണ്ടാമത്തെയും മൂന്നാമത്തെയും കുട്ടിക്കൊന്നും ഒരു കുഴപ്പമില്ല. ആദ്യത്തെ കുട്ടി മാത്രമേ ഉള്ളൂ ഒരു ഇത്തിരി ഇങ്ങനെ ആയിപ്പോയത്. ഇപ്പോഴും അങ്ങനെയാണ്. വലുതായി എന്നാലും അങ്ങനെയാ. അത് ഇതായിരുന്നു പ്രശ്നം എന്നറിയാവോ അവർക്ക്? അങ്ങനെയാണ് ഡോക്ടേഴ്സും പറഞ്ഞത്. റിലേഷൻ കല്യാണം കഴിക്കുമ്പോ ഒട്ടുമിക്ക കേസിലും അങ്ങനെ ഉണ്ടാവാറുണ്ടെന്ന്. റിലേഷൻ മാരേജസിൽ അങ്ങനെ വരാറുണ്ടെന്നാണ് അറിയുന്നത്. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് കോംപ്ലിക്കേഷൻ. സമയത്ത് ഡോക്ടർ ഫസ്റ്റ് തന്നെ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങള് ഇങ്ങനെ റിലേഷൻ ബേസ് ആണോ കല്യാണം കഴിച്ചത്? അത് ചോദിക്കൂ. നമ്മളെല്ലാം ഡോക്ടേഴ്സ് എല്ലാം ചോദിക്കലുണ്ട്. ആ കാര്യം ഇതിന്റെ ഇത് വരുന്ന പ്രശ്നമല്ലേ. ഇപ്പൊ അങ്ങനത്തെ ക്ലോസ് റിലേഷൻ മാരേജസ് കുറവാണ് ഈ ജനറേഷനില്, അല്ലെ? ഇപ്പോഴത്തെ ജനറേഷനില് കാരണം അവർക്ക് ചെറുപ്പം മുതൽ അറിയാം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ്. ഇപ്പൊ കുറവാണ്. ബ്ലഡ് ഗ്രൂപ്പ് കോംപ്ലിക്കേഷൻ കേട്ടിട്ടുണ്ടോ? ബ്ലഡ് ഗ്രൂപ്പ് കോംപ്ലിക്കേഷൻ ഹസ്ബൻഡിന്റെ പോസിറ്റീവും വൈഫിന്റെ നെഗറ്റീവ് ബ്ലഡും ആണ്. കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതേപോലത്തുള്ള ഹിയറിംഗ് പ്രോബ്ലംസ് പോലുള്ള മുകളിലേക്കൊക്കെ ഉള്ള കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട്. ബ്ലഡ് ഗ്രൂപ്പ് കോംപ്ലിക്കേഷൻ അതിനെന്തോ ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ മതി എന്ന് പറയുന്നേക്കാലോ. ഇഞ്ചക്ഷൻ എടുത്താൽ മതി. നമുക്ക് ഫസ്റ്റ് ചൈൽഡിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് ചൈൽഡ് ഇപ്പോ എന്താ പറയാ ഹസ്ബൻഡിന്റെ ബ്ലഡ് ആണ്, സെയിം ഹസ്ബൻഡ് ബ്ലഡ് ആണെങ്കിൽ പോലും നമുക്ക് ഫസ്റ്റ് ചൈൽഡിന് കുഴപ്പമുണ്ടാവില്ല. സെക്കൻഡ് ക്യാരി ചെയ്യില്ലേ, ആ സമയത്ത് നമ്മള് ഡെലിവറിയുടെ സമയമാകുമ്പോൾ ഓൾറെഡി നമ്മൾ ആ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ സമയത്ത് കുട്ടീനെ നമ്മൾ എന്ത് ചെയ്തു, മാറ്റിയ സമയത്ത് ഈ ബ്ലഡ് ആയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടാവും. അമ്മയുടെ ബ്ലഡ് ആയിട്ട് ഈ ബ്ലഡ് മിക്സ് ആയിട്ടുണ്ടാവും. സോ അമ്മയുടെ ബോഡിയിൽ ഓൾറെഡി എന്തുണ്ട്, ആന്റിബോഡീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സെൽസിനെതിരെയുള്ള ആന്റിബോഡീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ സെക്കൻഡ് ഡെലിവറിയുടെ സമയത്തും ഇതേപോലെ അതേ സെയിം ബ്ലഡ് ഗ്രൂപ്പിലാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്.
അല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇതിനെ നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്, ട്രീറ്റ്മെന്റും കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പറയണം, ഹസ്ബൻഡിന്റെ ബ്ലഡ് ഇന്ന ഗ്രൂപ്പാണ്, എന്റെ ബ്ലഡ് ഇന്നതാണ്, പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അത് വ്യക്തമായിട്ട് പറയണം. ഓക്കെ, മീൻസ് അങ്ങനെ ഒരാളുടെ പോസിറ്റീവ് ഒരാളുടെ നെഗറ്റീവ് ആണെങ്കിലല്ലേ പ്രശ്നമുള്ളൂ? അതെ, ഇല്ലല്ലോ. അല്ലാതെ അങ്ങനെ പ്രശ്നമില്ല കേട്ടോ. RH ഫാക്ടറും അത് പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത് കേട്ടോ. ബാക്കി കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇപ്പൊ O പോസിറ്റീവും O നെഗറ്റീവും വന്ന പ്രശ്നമാണ്, A പോസിറ്റീവും A നെഗറ്റീവും വന്ന പ്രശ്നമാണ്. അങ്ങനെ വരുമ്പോ AB അതേപോലെ തന്നെ പോസിറ്റീവ് ഓക്കെ, ഞാൻ B പോസിറ്റീവ് ആണ്, ഇപ്പോ ഹസ്ബൻഡ് പോസിറ്റീവ് ആണ്, സോ ഞങ്ങൾക്ക് പ്രശ്നമില്ല. പോസിറ്റീവും കുഴപ്പമില്ല, നെഗറ്റീവും കുഴപ്പമില്ല. അല്ലാതെ ഓപ്പോസിഷൻ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, ഇൻഫെക്ഷൻ ഡിസീസ് ഡ്യൂറിങ് പ്രഗ്നൻസി. മീസിൽസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ മീസിൽസ് എന്ന് പറയുന്ന അസുഖം? മീസിൽസ് മറന്നുപോയി. ഓക്കെ, ജാമ്പനി വന്നു കഴിഞ്ഞാലും നമ്മളിപ്പോ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് മീസിൽസ് എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് കേൾവി ശക്തിനെ അത് ബാധിക്കും. മെൻചൈറ്റിസ്, കുട്ടി ജനിച്ചതിന് ശേഷം മെൻചൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ വന്നാലും കേൾവി ശക്തിനെ ബാധിക്കും. എക്സസ് ആൽക്കഹോൾ ഡ്യൂറിങ് ദ പ്രഗ്നൻസി. പ്രഗ്നൻസിയുടെ സമയത്ത് എക്സസ് ആയിട്ട് ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രഗ്നൻസിനെ ബാഡ് ആയിട്ട് തന്നെ അഫക്ട് ചെയ്യും. നമ്മൾ പറയും, ഞങ്ങളാരും പ്രഗ്നൻസിയുടെ സമയത്ത് ആൽക്കഹോൾ കഴിക്കൂല എന്നൊക്കെ പറയും. പക്ഷേ ഇനി വരുന്ന തലമുറയിൽ ആൽക്കഹോൾ, ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നമുക്ക് അറിയില്ല എന്നുള്ളൂ. അപ്പൊ പ്രഗ്നൻസിയുടെ സമയത്താണ് കഴിക്കുന്നെങ്കിൽ അത് കുട്ടിക്ക് എന്താണ് ദോഷമാണ്. പ്രഗ്നൻസിനെ കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളതൊക്കെ അങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാം. ഇനി ഡ്യൂറിങ് ഡെലിവറി, നമ്മളെ ഡെലിവറിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഇതേപോലുള്ള ഹിയറിംഗ് പ്രോബ്ലംസ് വരാം. ബർത്ത് വെയിറ്റ് അല്ലെങ്കിൽ പ്രീമെച്യൂർ ബർത്ത് ഒക്കെ ആണെങ്കിൽ പ്രോബ്ലംസ് വരും. ബർത്ത് വെയിറ്റ് കുറവാണെങ്കിൽ, ജനിക്കുന്ന സമയത്ത് കുട്ടിക്ക് തൂക്കം കുറവാണെങ്കിൽ ഈ അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്, ഹിയറിംഗ് പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഹിയറിംഗ് ഇമ്പയർമെന്റ് ഏതൊക്കെ സിറ്റുവേഷനിലാണ് വരുന്നതെന്ന് ഏകദേശം മനസ്സിലായി നിങ്ങൾക്ക് ഇല്ലേ? ഇങ്ങനെ കാരണങ്ങൾ കൊണ്ട് ഹിയറിംഗ് പ്രോബ്ലംസ് വരാം. ഡെഫ് പാരന്റ്സ് ആണെങ്കിൽ കുട്ടിയും ഡെഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്, അത് നോട്ട് ചെയ്യാം. ഫാമിലി ഹിസ്റ്ററി, ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതേപോലുള്ള കേൾവി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കുട്ടിക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. ക്ലോസ് റിലേഷൻ മാരേജ്, ബ്ലഡ് ഗ്രൂപ്പ് കോംപ്ലിക്കേഷൻ, ഇൻഫെക്ഷൻ ഡിസീസ് ഡ്യൂറിങ് പ്രഗ്നൻസി ജസ്റ്റ് ലൈക്ക് മെൻചൈറ്റിസ്, മീസിൽസ് പോലുള്ള അസുഖങ്ങൾ, എക്സസ് ആയിട്ടുള്ള ആൽക്കഹോൾ, നിക്കോട്ടിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്, പ്രഗ്നൻസിയുടെ സമയത്തുള്ള കോംപ്ലിക്കേഷൻ, പ്രീമെച്യൂർ ബർത്ത്, അണ്ടർ വെയിറ്റ് ഒക്കെ ആണെങ്കിലും ഇതേപോലുള്ള പ്രശ്നങ്ങളിലേക്ക് വരും. അപ്പോൾ കുട്ടി ജനിച്ചാൽ ഉടനെ നമ്മൾ കേൾവി പരിശോധനയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സർജറി ആയിട്ടൊക്കെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഓക്കെ, ചിൽഡ്രൻ വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. കോമ്പൻസേറ്ററി ഓർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഈസ് നീഡഡ് ഫോർ പീപ്പിൾസ് ഹു ആർ ഡിസേബിൾഡ് ബൈ ഹിയറിംഗ് ഇമ്പയർമെന്റ്. അപ്പോ ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉള്ള കുട്ടികൾക്ക് നമ്മൾ കോമ്പൻസേറ്ററി ഓർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹിയറിംഗ് ഇമ്പയർമെന്റ് മേ ബി ഡിഫറെന്റ് ഡിഗ്രി ഓഫ് ഗ്രാവിറ്റി. ഓരോ വ്യക്തിയുടെയും ഹിയറിംഗ് ഇമ്പയർമെന്റ്, ഹിയറിംഗിന്റെ ആ ഒരു തോത് ഡിഫറെന്റ് ആയിരിക്കും. ഹെൻസ് ദീസ് ചിൽഡ്രൻസ് റിക്വയർസ് ഡിഫറെന്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ്. അതുകൊണ്ട് ഓരോ കുട്ടികൾക്കും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ആയിരിക്കും. നമുക്ക് സെയിം ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. ഹിയറിംഗ് ഡിസബിലിറ്റി അഫക്ട് ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓഫ് ചിൽഡ്രൻ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഹിയറിംഗ് പ്രോബ്ലം ഉള്ള കുട്ടികൾക്ക് അവരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് പ്രശ്നമായിരിക്കും. മെന്റലി അത് അവരെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യും, കാരണം അവർക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ല. സോ അവരുടെ മെന്റൽ സ്റ്റേറ്റിനെ അത് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇൻ ഡിഫറെന്റ് വേസ്. സോ ദേ ഷുഡ് ഗീവ് സ്പെഷ്യൽ ട്രെയിനിങ്. ആ കുട്ടികൾക്ക് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളും കൊടുക്കണം. കമ്മ്യൂണിക്കേഷൻ എമംഗ് ദം നോർമലി ടേക്ക് പ്ലേസ് ഇൻ 3 ways. നോർമലി 3 രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. നോട്ട് ചെയ്യാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നിങ്ങൾ കാണാൻ പോകുന്ന കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഏതെല്ലാം വേസിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നത് ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികളിൽ? ത്രൂ ആക്ഷൻ, ലിപ് റീഡിംഗ് ഓർ ഹെൽത്തി കോംബോ ഓഫ് ബോത്ത് ഓഫ് ദീസ്. ആക്ഷനോ ലിപ് റീഡിങ്ങിലൂടെ
രണ്ടും കൂടി കോമ്പിനേഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ചെയ്യാറുണ്ട്. അത് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ, ഹിയറിംഗ് ഇംപയർമെന്റ്. ഓക്കെ, ഇനി ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റ് ആയിട്ടുള്ള കുട്ടികൾ, മേ ബി ഡിഫറെന്റ് എന്താ പറയാ, ഡിഫറെന്റ് കോഗ്നിറ്റീവ് ഇഷ്യൂസ്, അല്ലെങ്കിൽ ഫീറ്റൽ ഡിസീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻസോ ഡെഫിഷ്യൻസീസോ കാരണം ഇതേപോലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഫിസിക്കൽ ഡിസബിലിറ്റീസിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത് കേട്ടോ. ഞാൻ ഈ ഫിസിക്കൽ ഡിസബിലിറ്റിയുടെ കാര്യം പറയുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആളുടെ കാര്യം ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ 8th പഠിക്കുന്ന സമയമാണ്. 8th വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. 1 week ആയിട്ടില്ല. ആ സമയത്ത് ഞങ്ങളുടെ മിസ് വന്നിട്ട് ഞങ്ങൾ ഉപദേശിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് കുറുമ്പി പിള്ളേരാ, അതുകൊണ്ട് ഉപദേശിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സിലേക്ക് പുതുതായിട്ടൊരു കുട്ടി വരുന്നുണ്ട്. ആ കുട്ടിയെ നിങ്ങൾ എല്ലാവരും നല്ല സ്നേഹത്തോടു കൂടി തന്നെ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. അവളെ നിങ്ങൾ ഒറ്റപ്പെടുത്താനൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് എന്താണ്, കുറെ കുട്ടികൾ വന്നിട്ടുണ്ട്. കോമൺലി 7th കഴിഞ്ഞ 8th വന്നപ്പോൾ ഞങ്ങളുടെ ഹൈസ്കൂളാണ്. അപ്പൊ കുറെ കുട്ടികൾ പുറത്തുനിന്ന് വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വേറെ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല കേട്ടോ. അപ്പൊ മിസ് വന്ന് കുറെ ഉപദേശിച്ചൊക്കെ കഴിഞ്ഞ് പോയി. അന്ന് വെച്ചാല് മിസ് പറയുന്ന കാര്യം ഇങ്ങനെയാണ് വെച്ചാല്, അവള് ലാസ്റ്റ് ഇയർ സ്കൂളിൽ ജോയിൻ ചെയ്തു 8th, പക്ഷെ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ കുട്ടികള് അവളെ ഒറ്റപ്പെടുത്തുന്നതായിട്ടും അല്ലെങ്കിൽ അവര് സംസാരിക്കാത്തതുകൊണ്ടും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അമ്മനോട് പറഞ്ഞ് പഠിത്തം നിർത്തി. ഇതാണ് നമ്മൾ ടീച്ചേഴ്സ് എല്ലാവരും പോയി പറഞ്ഞ് കുറച്ച് സാമൂഹ്യ പ്രവർത്തകർ കൂടി ഇടപെട്ടതിന് ശേഷമാണ് നമ്മുടെ സ്കൂളിലേക്ക് ആള് വരാമെന്ന് സമ്മതിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്താ പ്രശ്നം എന്നുള്ളത്. അപ്പോ ഞങ്ങൾ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മള് അത്യാവശ്യം പാലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. പഴയ ഒരു എന്താ പറയാ, പഴയ രീതിയിലുള്ള ബിൽഡിംഗ് ഒക്കെ ആയിരുന്നു അന്ന്. ഇന്ന് മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ, ഒത്തിരി ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു 5 സ്റ്റെപ്പ് മുകളിലേക്ക് കയറിയാലേ ഞങ്ങൾ സ്കൂളിലേക്ക് എത്തുള്ളൂ. അപ്പോ ആ ഒരു സ്റ്റെപ്സിന്റെ സൈഡിലായിട്ട് പെട്ടെന്ന് തന്നെ, അധികം ദിവസമില്ല, സ്റ്റെപ്സ് ഒക്കെ പൊളിച്ച് പെട്ടെന്ന് തന്നെ എന്ത് വരുന്നു, സ്ലോപ്പ് പോലെ അത് പണിയാണ്. PTA പ്രസിഡന്റ് ഒക്കെയാണ് ഫ്രണ്ടിൽ നിന്ന് അതിനൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് എന്ന്. അപ്പൊ സ്ലോപ്പ് പോലെ ഞങ്ങൾക്ക് ഇരിക്കൊക്കെ കളിക്കും. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോ ഒരു ഓട്ടോ വന്ന് ഞങ്ങളുടെ ആ ഒരു സ്കൂളിന്റെ ഫ്രണ്ടിൽ നിൽക്കുക. ഞങ്ങൾ ക്ലാസ്സിൽ നോക്കി കഴിഞ്ഞ ഗ്രൗണ്ടാ കാണുന്നത്. അപ്പോ വ്യക്തമായിട്ട് എല്ലാ കാഴ്ചയും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിരിക്കുന്നത്. ജനലിന്റെ സൈഡിൽ തന്നെ ഇരിക്കും, കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കി കഴിയുമ്പോ അതിന്ന് ആദ്യം ഒരു ചേച്ചി വെച്ചാല് എന്റെ ഫ്രണ്ടിന്റെ അമ്മയാണ് ഇറങ്ങി വരുന്നത്. അമ്മ ഇറങ്ങി വന്ന് ഓട്ടോയുടെ ബാക്കില് വീൽ ചെയർ ഉണ്ടായിരുന്നു, അത് ഇറക്കി വെച്ചു. അത് നിവർത്തിയതിനു ശേഷം ആളെടുത്ത് വീൽ ചെയറിൽ ഇരുത്തി. അപ്പോഴാണ് ഞങ്ങൾ അർച്ചനെ കാണുന്നത്. അവള് ടീച്ചർ അപ്പോഴേക്കും ക്ലാസ് ടീച്ചറിന് മനസ്സിലായി. ക്ലാസ് ടീച്ചറും സംഗീത ടീച്ചറും പോയി. ടീച്ചറും കൂടി അവളെയും കൊണ്ട് ക്ലാസ്സിലേക്ക് വന്നു. ക്ലാസ്സിൽ വന്നപ്പോ ഫ്രണ്ട് ബെഞ്ചിൽ കുറച്ച് ബെഞ്ച് നീക്കിയിട്ടിട്ട് ഫ്രണ്ടിൽ തന്നെ ഇരുത്തി. ആദ്യം ഞങ്ങൾക്ക് പേടിയാ, കാരണം മിസ് ഞങ്ങളെ വാൺ ചെയ്തതാണ്, കുട്ടീനെ കളിയാക്കാൻ പാടില്ല, സംസാരിക്കാൻ ബാഡായിട്ടൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങള് ആദ്യമൊക്കെ സംസാരിക്കാൻ കുറച്ച് മടിയൊക്കെ കാണിക്കുമായിരുന്നു. പക്ഷെ പതിയെ ആളായിട്ട് കമ്പനിയായി. അവളുടെ അമ്മ ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണ്. ഞാൻ കണ്ട ഇതിൽ വെച്ച് എന്താ പറയുക, നല്ലൊരു, എല്ലാ അമ്മമാരും ഗ്രേറ്റ് ആണ്, പക്ഷെ എന്നാലും എനിക്കൊരു ഇത്തിരിയോട് റെസ്പെക്ട് തോന്നിയിട്ടുള്ള ഒരു അമ്മയാണ് അവളുടെ. കാരണം അവൾക്ക് ഇങ്ങനെ അസുഖം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ അവളെയും അമ്മനെയും അച്ഛനും ഉപേക്ഷിച്ചു പോയതാണ്. സോ ആ സമയത്ത് അമ്മയുടെ പാരന്റ്സ് ഒക്കെ പറഞ്ഞു, കുട്ടീനെ നമുക്ക് അനാഥാലയത്തിലോ മറ്റോ ആക്കാം. അങ്ങനെയാണെങ്കിൽ നിനക്ക് നിന്റെ പ്രായം ഭയങ്കര ചെറുപ്പത്തിലേ ആയിരുന്നു കല്യാണമൊക്കെ, ഒരു 21 years എങ്ങാണ്ടുള്ളൂ. അപ്പോ ആക്കാം, അങ്ങനെയാണെങ്കിൽ നിനക്ക് കല്യാണം കഴിക്കാലോ, നിന്റെ ജീവിതം സേഫ് ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ അമ്മ ഒട്ടും സമ്മതിച്ചില്ല. അവളുടെ ലൈഫിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് അമ്മ അവളുടെ ഫുൾ
ടൈമും സ്പെൻഡ് ചെയ്തൊരു അമ്മയാണ്. ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് അവള് ക്ലാസ്സിൽ കൊണ്ടുവന്നാക്കിയിട്ട് പുറത്ത് നിൽക്കും. നമ്മളുടെ ലോങ് വരാന്തയാണ്. ആ വരാന്തയിൽ ക്ലാസ്സിന്റെ ഫ്രണ്ടിലായിട്ട് നിൽക്കും. ടീച്ചർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർക്ക് കസാര, ഒരു ചെറിയ സ്റ്റൂള് ഞങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കും. എന്നിട്ട് തിരിച്ച് സ്റ്റൂൾ എടുത്ത് ക്ലാസ്സിൽ വെക്കണം. അങ്ങനെയായിരുന്നു. അപ്പൊ അമ്മ തന്നെയാണ് കൊണ്ടുപോകാനൊക്കെ. ഞങ്ങൾക്ക് കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് അവിടെ വരാന്തയിലൊക്കെ വന്ന് നോക്കിയൊക്കെ നിൽക്കൂട്ടാ. അപ്പം പതിയെ പതിയെ ഞങ്ങൾ ഇങ്ങനെ കൂട്ടൊക്കെ ആയി സംസാരിക്കാനൊക്കെ തുടങ്ങി. ആള് പിന്നെ പിന്നീടുള്ള ബാച്ചുകളില് 8th 9th ഒരുമിച്ചായിരുന്നു. 10th ആയപ്പോഴേക്കും ഞങ്ങൾ വേറെ ഡിവിഷനിലേക്ക് പോയി. അവൾക്ക് പക്ഷെ ഡിവിഷൻ മാറാൻ പറ്റൂല. അപ്പൊ ഞങ്ങൾ തന്നെ ഇപ്പൊ 2 കൊല്ലം ആ ഒരു സെഷനിൽ വന്നതുകൊണ്ട് ഞങ്ങളെ ടീച്ചേഴ്സ് മാറ്റിട്ട് വേറൊരു ബാച്ചിന് അവിടെ ഇട്ടു. അപ്പൊ ആ കുട്ടിയുടെ ഒപ്പമായിരുന്നു പിന്നെ അവള് ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നത്. അപ്പോ 10th റിസൾട്ട് ഒക്കെ വന്നു. 10th റിസൾട്ട് വന്നു. ആൾക്ക് നല്ല മാർക്കുണ്ട്, പഠിക്കുകയൊക്കെ ചെയ്യൂട്ടോ, നല്ല കുട്ടിയാവും. നല്ല ഹാൻഡ് റൈറ്റിങ്, നല്ല ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിങ്. ആളുടെ അരക്ക് കീപ്പോട്ടാ കളർന്നിരിക്കുന്നത്. ഹാൻഡിനൊന്നും പ്രശ്നമില്ല. ആള് നന്നായിട്ട് എഴുതുകയൊക്കെ ചെയ്യും, നല്ല ഭംഗിയിൽ എഴുതും. ഹാൻഡ് റൈറ്റിംഗ് കാണാനേ നല്ല ഭംഗിയാണ്. അപ്പോ 10th നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോണ്ടാക്ട് ഒന്നും ഇല്ലാട്ടെ ഞങ്ങൾ തമ്മിൽ. +1 +2 ഒന്നും കോണ്ടാക്ട് ഇല്ല. ആള് വേറെ സ്കൂളുകളിലേക്ക് പോയി. പിന്നെ ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ 2004 ഞാൻ റീയൂണിയൻ ഉണ്ടായിരുന്നു. മേ ബി 12 years ഒക്കെ കഴിഞ്ഞു. 10th ഒക്കെ കഴിഞ്ഞിട്ട് 12 years ഒക്കെ കഴിഞ്ഞപ്പോഴാണ് റീയൂണിയൻ. സോ അന്ന് ഞാൻ ആളെയും കണ്ടു, അമ്മേനെയും കണ്ടു. അന്നും അമ്മയും അവളും കൂടെ വന്നത് കേട്ടാ. അപ്പൊ അന്ന് ഞാൻ സംസാരിച്ച സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളിപ്പോ ഗവൺമെന്റ് എംപ്ലോയി ആണ്. PWDയിൽ വർക്ക് ചെയ്യാണ്, ക്ലർക്കായിട്ടാണ് ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ ഒരു 5 വർഷത്തിന് മേലെ ആയി. സോ ആള് സ്വന്തമായിട്ട് വീട് വെച്ചു എന്നൊക്കെ പറഞ്ഞപ്പോഴും അമ്മ ഇപ്പോഴും നല്ല സപ്പോർട്ടായിട്ട് കൂടെ. അപ്പൊ അമ്മയും മോളും തനിച്ചാണ്, എന്നാലും അവർ രണ്ടും നല്ലൊരു ബോണ്ട്, നല്ലൊരു കൂട്ടാണ്. അപ്പോ ഇപ്പോഴും രണ്ടുപേരും അത്ര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. ഞാൻ ആലോചിച്ചൊരു കാര്യമാണ്, അന്ന് ഞങ്ങളുടെ സംഗീത ടീച്ചർ പറഞ്ഞൊരു കാര്യമാണ്. അവള് ആ ഒരു സ്കൂളിൽ പോകില്ല എന്ന് പേടിച്ച് കരഞ്ഞൊരു കുട്ടിയാ. ആ അമ്മയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ആള് വീണ്ടും പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ അങ്ങനെ പഠിച്ചതുകൊണ്ട് മാത്രമാണ് ആള് ഈ ഒരു നിലയിൽ എത്തിയത്. നമ്മള് എവിടെയെങ്കിലും വീണ് പോകുമ്പോ അവിടെ നമ്മളെ നഷ്ടപ്പെടുത്തുകയല്ല വേണ്ടത്, നമ്മള് വീണ്ടും ഉയർന്നെഴുന്നേറ്റ് നടക്കാനായിട്ട് നമ്മൾ നോക്കണം. എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഒരു ഹാപ്പിനെസ് ആയിരുന്നു അന്ന്. അന്നത്തെ ദിവസം ഫുൾ ഹാപ്പി ആയിരുന്നു. കാരണം ഭയങ്കര സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നു അന്ന്. അപ്പോ ഫിസിക്കൽ ഡിസബിലിറ്റീസ് എല്ലാവർക്കും സംഭവിക്കാം. പല കാരണങ്ങൾ കൊണ്ടും പല രീതിയിലും ഫിസിക്കൽ ഡിസബിലിറ്റീസും കാര്യങ്ങളൊക്കെ വരാം. സോ അതെല്ലാം അവരോട് നമ്മൾ എപ്പോഴും ഒരു ഹെൽപ്പിംഗ്, സപ്പോർട്ടീവ്, എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു മൈൻഡ് ആയിരിക്കണം നമുക്ക് അവരോട് വേണ്ടത്. നമ്മൾ അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തല്ല വേണ്ടത്, നമ്മളുടെ ഒപ്പം നിർത്തി അവരെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. എപ്പോഴാണ് ഫിസിക്കൽ ഡിസബിലിറ്റീസ് മെയിൻ ആയിട്ട് വരുന്നത്? അഫക്റ്റീവ് ലോക്കോമോട്ടോർ ഡിസബിലിറ്റീസ്. ലോക്കോമോട്ടോർ ഡിസബിലിറ്റിനെ തന്നെയാണ് ഫിസിക്കൽ ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇൻഎബിലിറ്റി ടു മൂവ് ദ ബോഡി പാർട്സ് ഫ്രീലി. നമ്മുടെ ബോഡി പാർട്സ് മൂവ് ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് നമ്മുടെ ബോഡി പാർട്സ് ഒന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ബെഡിൽ നമ്മുടെ ബെഡിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. ഒരു കാര്യത്തിന് പോലും മറ്റൊരാളെ സഹായം വേണം. ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്നോ ഫുഡ് കഴിക്കുമെങ്കിലോ ഒക്കെ മറ്റൊരാളെ സഹായം വേണം. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് പറ്റൂല കേട്ടാ. കാരണം സിസേറിയൻ കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കടന്ന സമയത്ത് പോലും എനിക്ക് എന്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ആലോചിച്ച് വിഷമിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ആലോചിച്ചു ഫിസിക്കൽ ഡിസബിലിറ്റി ആയിട്ടുള്ള പേഴ്സൺസ് എത്ര കഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പൊ ഫിസിക്കൽ ഡിസബിലിറ്റീസ് എപ്പോഴൊക്കെ വരാം? ഡ്യൂ ടു ഇഞ്ചുറീസ്, ആക്സിഡന്റ് ഒക്കെ വരുമ്പോഴൊക്കെയാണ് അവർക്ക് ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരുന്നത്. നമുക്ക് അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. പ്രൊവൈഡ് യൂസ് ഓഫ് എയ്ഡ്സ്, വീൽ ചെയർ, പിന്നെന്താ വോക്കർ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് പ്രൊവൈഡ് ചെയ്യാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് നമ്മളൊരു അസുഖം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെർമനന്റ് പാരലൈസ് ഒക്കെ വരുന്ന ഒരു അസുഖം. പെർമനന്റ് ആയിട്ട് ബോഡി പാരലൈസ് ഒക്കെ ആയിട്ട് മാറും എന്നൊക്കെ പറഞ്ഞു. മിസ്സേ, നമ്മുടെ ഈ ക്ലാസ് കേട്ട് ഭയങ്കര സങ്കടത്തിലേക്ക് പോകുന്നു. കാരണം ഓരോ മക്കളുടെയും ഇങ്ങനെ എന്താ പറയാ കഷ്ടപ്പാടുകളല്ലേ നമ്മളിപ്പോ ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നേ. പക്ഷേ നമ്മൾ അറിയുന്നത്
ആണ്. കാരണം നാളെ നമ്മൾ എങ്ങനെയുള്ള കുട്ടികളെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അതെ. അറിയാൻ പക്ഷെ അത് ഭയങ്കര ഒരു അല്ലെ, ഇതിനെ ഒരു നമുക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്ര വിഷമത്തിൽ അവരൊക്കെ ജീവിക്കുന്നത്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാലാണ് അതെ, നേരിട്ട് കണ്ടാൽ എനക്കൊന്നും തീരെ ഇത് എന്താ പറയാ, മനസ്സിന് ശക്തിയില്ലാത്ത ഒരാളെ ഞാൻ. കാരണം എനിക്ക് നേരിട്ട് കണ്ടാൽ തീരെ സഹിക്കാൻ പറ്റൂല. അത്രയും സങ്കടം നമ്മളെ മനസ്സിങ്ങനെ ഒരു കരച്ചില്, നമ്മൾ ആ ഒരു വക്കത്തെത്തുന്ന ഒരു അവസ്ഥ, ഫീലിങ്സ് ഇല്ലേ മിസ് ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ കൊറേ എല്ലാം ഇപ്പൊ മിസ് ഇങ്ങനെ ഈ കഥയെല്ലാം പറയുമ്പോൾ ഭയങ്കര സങ്കടം ഫീൽ ചെയ്യുന്നത് നമ്മള്. ഓക്കേടാ. അപ്പോ നമ്മളത് മനസ്സിലാക്കണം. അവരുടെ വിഷമങ്ങളും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഉൾക്കൊണ്ടാൽ മാത്രമാണ് നമുക്ക് അവർക്ക് ഇങ്ങനെയുള്ള സപ്പോർട്ട് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോ ലാസ്റ്റ് ഒരു MP5 എന്ന് പറയുന്ന ബാച്ചിൽ ഞാൻ സാധാരണ ഈ ചാപ്റ്റേഴ്സ് തന്നെയാണ് ഭൂരിഭാഗം ബാച്ചിനും കൂടുതൽ എടുക്കാറുണ്ട്. നിങ്ങളുടെ ബാച്ചിനെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ ചാപ്റ്റേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പൊ ഒരു കുട്ടി ലാസ്റ്റ് MP5 കുട്ടി എന്നെ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടി പറഞ്ഞു, ആ കുട്ടി ഇപ്പൊ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കുട്ടിക്ക് കാഴ്ച പരിമിതികൾ ഉണ്ട് നിശ്ചയെന്ന് പറഞ്ഞു. കാഴ്ച പരിമിതികൾ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്ങനെ അവനിപ്പോ പഠിപ്പിക്കാൻ എങ്ങനെയാന്ന് ചോദിച്ചു. ആള് പറഞ്ഞു കുറച്ചും കൂടി പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്ത് വലിയ സൈസിലാക്കിയിട്ടാണ് അവനെ പഠിപ്പിക്കുന്നത്. ആൾക്ക് പഠിക്കാൻ വേറെ പ്രശ്നമൊന്നുമില്ല, ഒരു കാഴ്ചയായിട്ട് പ്ലേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് അവന് മെയിൻ ആയിട്ടുള്ളത്. അതുകൊണ്ട് അവന് എഴുതാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ അതിന് വേണ്ടി ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ മിസ് അന്ന് പറഞ്ഞ പോലെ ഞാൻ കാമായിട്ട് നല്ല പേഷ്യൻസോട് കൂടിയാണ് അവനെ ഹാൻഡിൽ ചെയ്യുന്നത്. സാധാരണ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലും അത്രയും സ്ലോ ആയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അന്ന് മിസ് അത് പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഓരോ കുട്ടിയുടെയും പരിമിതികളെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്നാല് നമ്മളുടേതായ രീതിയിൽ അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞങ്ങളും ഇപ്പൊ ഈ സ്റ്റേജിലൂടെ കടന്നു പോവാ മിസ്സേ. പക്ഷെ കുഞ്ഞാക്ക് വർത്താനം പറയാനോ എന്തിനേലും ഒന്ന് സാധിച്ചിരുന്നെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ലായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത കൊണ്ട് 5 വയസ്സായി. ജൂലൈ വന്ന് 5 വയസ്സായി അവൾക്ക്. അന്ന് പറഞ്ഞല്ലോ. അതെ മാം. അവള് സംസാരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ കഴുത്തുറക്കുകയാണെങ്കിലോ നമുക്ക് എന്തെങ്കിലും അവള് എന്താ വിചാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ അത് പറ്റാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാരും അതായി അറ്റാച്ച് ആയി. പക്ഷെ എന്താ പറയാ, സംസാരിച്ചിരുന്നെങ്കിൽ മാത്രം മതി. ഞങ്ങൾക്ക് അതേ ആവശ്യമുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കാടാ. എനിക്കും അതുമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നില്ലേ, പോകും. ഞങ്ങളും പ്രാർത്ഥിക്കും. ഞാൻ ഷൈമയുടെ കാര്യം ആലോചിച്ചു കുറച്ച് മോന കാര്യം പറഞ്ഞപ്പോ വാവയ്ക്ക് ഇപ്പൊ എങ്ങനെ ഉണ്ടാവും. അപ്പൊ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ളവരെ നമ്മളൊരു എംപത്തറ്റിക് മൈൻഡോട് കൂടി വേണം അവരെ എന്ത് അവള് ചെയ്യാൻ. നാളെ കോൺവെക്കേഷൻ ഇല്ലേ, അതില് വരുന്നുണ്ട്. പക്ഷെ മാമിന്റെ അടുത്ത് അവര് പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തു മാത്രം. ആര് വരുന്നുണ്ട്? ഈ കുട്ടിയുടെ അമ്മ ഈ ബാച്ചിൽ ഉണ്ടായിരുന്നു നാളെ വരുന്ന കോൺവെക്കേഷന്റെ ഇതില്. ആണോ? പക്ഷെ അവളതിൽ ഷെയർ ചെയ്തിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ലല്ലോ. എന്റെ നാത്തൂനയിലുണ്ട്. അപ്പൊ ഷെയർ ചെയ്തിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ മാം ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാമിന്റെ അടുത്ത് ഷെയർ ചെയ്തത്. അപ്പൊ നമുക്കിപ്പോ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. അവള് ഷെയർ ചെയ്തിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. MP10 ആയിരിക്കും. 10ഓ 11ഓ മറ്റെയാണ്. പേരൊന്ന് പറയൂടാ. നീതു എന്നാണ് പേര്. അവളുടെ പേര് നീതു എന്നാണ്. പക്ഷെ മാമിനടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ പറയുന്നത് മാം മനസ്സിലാക്കിയാൽ മതി ചോദിക്കാൻ. പാവനുണ്ടോ? അവള് വരുന്നുണ്ട് നാളെ. വാവ വരുന്നുണ്ട്. അമ്മയും വാവയും വരുന്നുണ്ട്. എന്റെ മോളും വരുന്നുണ്ട്. ആണോ? അവൾ അങ്ങനെ ഷെയർ ചെയ്യാറില്ല. കാരണം അവളുടെ ഫീലിങ്സോ അല്ലെങ്കിൽ ഒരു സന്തോഷ സങ്കടം എന്താണെങ്കിലും അവള് ഷെയർ ചെയ്യാത്തൊരു കൂട്ടത്തിലാ. അപ്പൊ നമ്മള് ഇപ്പൊ ആ കൊച്ചിന് അങ്ങനെയാണ് പറഞ്ഞിട്ട് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവില്ല അങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ. ഞങ്ങൾ ആരും അതങ്ങനെ കാട്ടില്ല. അവൾക്ക് വിഷമം ആവണ്ട അല്ലെങ്കിൽ എന്റെ അനിയന് വിഷമം ആവണ്ട വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു ബേബി ആണെന്നുള്ള ഒരു ധാരണ ഞങ്ങൾക്ക് ആർക്കും ഇല്ല. ഞങ്ങൾ അങ്ങനെ പുറമെ കാണിക്കാറില്ല.
എല്ലാരും ഞങ്ങളെ കണ്ട പറയാം, അയ്യോ എല്ലാ കുട്ടികളും നടക്കണോ ഇരിക്കണോ, നമ്മുടെ കുഞ്ഞ് മാത്രം ഇങ്ങനെയെന്നൊക്കെ പല ആൾക്കാരും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനോ അമ്മയോ ഒന്നും അനിയന്റെ അടുത്തോ അല്ലെങ്കിൽ നാത്തൂന്റെ അടുത്തോ ഞങ്ങൾ അങ്ങനെ പ്രകടിപ്പിക്കാറില്ല. എന്റെ മക്കളും കൂടി അങ്ങനെ പ്രകടിപ്പിക്കാറില്ല. ഞങ്ങൾ സാധാ ഒരു ബേബീനെ പോലെ തന്നെ ഞങ്ങൾ അവളെ ട്രീറ്റ് ചെയ്യാറ്. അപ്പൊ അവർക്ക് അവളുടെ പാരന്റ്സിന് ഇനി ബുദ്ധിമുട്ടാവണ്ട, ഇപ്പൊ അവനോ അവൾക്കോ സങ്കടം ആവണ്ട വിചാരിച്ചിട്ട് ഞങ്ങൾ ആരെങ്കിലും പുറമെ അങ്ങനെ അധികം പറയാറുമില്ല. ഇപ്പൊ ഞാൻ മാമിന്റെ അടുത്ത് ഷെയർ ചെയ്തത്, നമ്മളിപ്പോ പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ചാൻസ്, എന്തെങ്കിലും നമുക്കൊരു അറിവ് കിട്ടുമോ, എന്തെങ്കിലും വേറെ ട്രീറ്റ്മെന്റിന് പോവാൻ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. നമുക്ക് പറ്റുന്ന അവിടെ പോയി ഷെയർ ചെയ്യാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അത് ഷെയർ ചെയ്തത്. കുറിച്ചിട്ടല്ല പറയണം, അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണം അതിനെ കുറിച്ചിട്ടാ പറയുന്നത്. എനിക്ക് അതെ തോന്നുന്നു അതെ. ആള് ഷെയർ ചെയ്തിട്ടുണ്ടാകാം. കാരണം ഈ ഒരു ചാപ്റ്റർ ഞാനല്ല എനിക്ക് 11ൽ എടുത്തത്. ആ കോമേഴ്സ് ആ എടുത്തിട്ടാറ്, പക്ഷെ എനിക്ക് 11ൽ ഞാനല്ല എടുത്തത്. അതിൽ ഉം. മിസ് എന്ന് പറഞ്ഞ മിസ്സാണ് എടുത്തത്. പക്ഷെ നമ്മളെക്കാളൊക്കെ ഭയങ്കര ധൈര്യം അവൾക്ക് കേട്ടോ. അവള് നന്നായി കെയർ ചെയ്യുന്നുണ്ട്. അവൾക്ക് ഭയങ്കര ബോൾഡാണ്. എന്നെക്കാളൊക്കെ ഭയങ്കര ബോൾഡ്. എനിക്കാണെന്ന് ചിലപ്പോ ആലോചിക്കുമ്പോ തന്നെ കരച്ചിൽ വരും. അവളെ കാണുമ്പോ തന്നെ എനിക്കൊരു ഇടങ്ങേറാണ്. ഞാൻ അതിന്റെ ശേഷം അധികം അങ്ങനെ വീട്ടിലേക്ക് പോവും. പക്ഷെ ഇവളാണ് എന്നും എന്റെ ഓർമ്മയില്. നമ്മുടെ കോച്ചുങ്ങളൊക്കെ ഓടിച്ചാടി നടക്കുമ്പോ ആ കുട്ടി മാത്രം ഇങ്ങനെ ഇരിക്കുന്നു പറയുമ്പോ നമുക്കൊരു വിഷമല്ലേ. അപ്പോ ഞാൻ അധികം ഒഴിഞ്ഞു മാറാൻ വേണ്ടി നോക്കും, കാരണം ഫേസ് ചെയ്യാൻ വിഷമം കൊണ്ട്. പക്ഷെ അവളങ്ങനെയല്ല, നാത്തൂൻ അങ്ങനെയല്ല, ഭയങ്കര ബോൾഡാ. അവൾക്ക് അതുമായി പൊരുത്തപ്പെട്ട് ആ കുട്ടീനെ ട്രീറ്റ് ചെയ്യാൻ നന്നായിട്ടൊരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. കൂടെ അതാണ് അമ്മി കാരണം അമ്മി അതെ. അങ്ങനെയുള്ള കുട്ടികളെ അത്രയും സ്നേഹമുള്ള അമ്മമാരെ ഇതുപോലെ തന്നെയാ നമുക്ക് ജിഷ മിസ് ഹെലൻ കില്ലറിനെ കുറിച്ചിട്ട് എഴുതാൻ തന്നേരോ. ഞാൻ ആദ്യമായിട്ടാ ഹെലൻ കില്ലറിനെ കുറിച്ച് കഥകള് വായിക്കൂ, അതിനെ പറ്റി കുറച്ച് റിസർച്ച് ചെയ്തു. അതിന് ശേഷം എനിക്ക് ഭയങ്കര സങ്കടം. എപ്പോഴും ഒരു ദിവസം പോലെ ഇപ്പൊ ഹെലൻ കില്ലറിന്റെ ഓർമ്മ ഇങ്ങനെ വരും, അതിങ്ങനെ വായിച്ചതിന് ശേഷം. ഭയങ്കര ചിലർക്ക് ഡിസേബിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞ് സങ്കടം കാണിക്കുന്നതാണ് പ്രശ്നം. അവർക്ക് അങ്ങനെ ഒരു കുറവുണ്ടെന്ന് ഒരു മിനിറ്റ്. നിങ്ങൾ ഹെലൻ കെല്ലറിനെ കുറിച്ച് സെമിനാർ എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എഴുതിയിട്ട് മാത്രമേ ഉള്ളൂ? ആക്ടിവിറ്റിയാ മിസ്സേ തന്നെ. എന്റെ ചാപ്റ്റർ, ഈ ഒരു ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് ഫിസിക്കൽ ഡിസബിലിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് സെമിനാർ ഉണ്ട്. അത് ഞാൻ പറയാം. നിങ്ങൾ ഇപ്പൊ ഒരു ട്രാജഡി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആയിരിക്കും, അതിനെ കുറിച്ചിട്ട് ഓക്കെ, അതിനെ കുറിച്ചിട്ടൊന്ന് പറയണം. ഇപ്പൊ എൻഡോസൾഫാൻ ദുരന്തം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടോ? എൻഡോസൾഫാനെ കുറിച്ചിട്ട് 2 പേർക്ക് ടോപ്പിക് പ്രസന്റ് ചെയ്യാൻ പറ്റും. എൻഡോസൾഫാൻ എന്ന് പറയുന്ന ദുരന്തത്തെ കുറിച്ചിട്ട്, എന്താണ് അവിടെ സംഭവിച്ചത്, അവിടുത്തെ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു, അവരുടെ ലൈഫ് ഇപ്പൊ എങ്ങനെയാണ്, അതിന് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്തത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഒന്ന് നല്ല രീതിയിൽ സെർച്ച് ചെയ്തിട്ട് കണ്ടെത്താൻ പറ്റും. ആരാ എടുക്കുന്നേ? ദിത്തിനെ എഴുതാണ്. ദിത്തി ഷൈമയും അതേ ടോപ്പിക് കേട്ടോ, എൻഡോസൾഫാൻ. മാം നെക്സ്റ്റ് വീക്കിൽ ഞാൻ ഉണ്ടാവില്ല. ആണോ? ട്രെയിനിങ്ങിന് പോകോടോ? ഞാൻ സ്കൂളിലേക്ക് പോകും അടുത്ത ആഴ്ചയിൽ. ഒരാഴ്ച ഉണ്ടാവുള്ളൂ. കുഴപ്പമില്ല. ഞാൻ ആൻസിയുടെ പേര് എഴുതിട്ട്. ആൻസി. ഭോപ്പാൽ ദുരന്തം കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഭോപ്പാൽ ട്രാജഡി. അതിന്റെ സിനിമയുണ്ട് മിസ്സേ, ഭോപ്പാലിന്റെ. ഓക്കെ, അപ്പൊ റീജുവിന്റെ പേര് എഴുതാണ്. ഫിലിം ഒക്കെ കണ്ട ആളാണ്. അതൊന്ന് ഓക്കെ, അത് പ്രസന്റ് ചെയ്യാട്ടോ. കാരണം ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റുന്നൊരു ഇൻസിഡന്റ് അല്ല അത്. അപ്പൊ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ ഇൻഫർമേഷൻസ് കാര്യങ്ങളും കളക്ട് ചെയ്തിട്ട്. എനിക്ക് പറയുന്നതിനൊന്നും ഇല്ല, പക്ഷെ ഞാൻ പറഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. കുഴപ്പമില്ല, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. സ്റ്റെഫിയും ചെയ്യോടെ 2 പേരുണ്ട്. സ്റ്റെഫി 2 ആളല്ലേ? ഭോപ്പാൽ ദുരന്തത്തിനെ കുറിച്ചിട്ട് എങ്ങനെ അത് സ്റ്റാർട്ടിങ് മുതൽ സംഭവിച്ചത് എങ്ങനെയാണ്, അതിന്റെ സൈഡ് എഫക്ട് എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. ഓക്കെ, ഇനി ഹെലൻ കെല്ലറിന്റെ ടോപ്പിക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. സ്റ്റെഫി മുൻ പ്രസന്റ് ചെയ്യൂലേ? വേറെ ആരെങ്കിലും പേര് എഴുതണോ? ആരെങ്കിലും ലിൻഷി? ഓക്കെ അല്ലേ? മനസ്സിലായില്ല. ഭോപ്പാൽ ദുരന്തത്തിനെ കുറിച്ചിട്ട് ലിൻഷി. ഓക്കെ, സ്റ്റെഫി മോൻ ഹെലൻ കെല്ലറിന്റെ ടോപ്പിക് എടുക്കാവോടാ? ഏത് സ്റ്റെഫിയാ മിസ്സേ? ഹെലൻ കെല്ലർ. സ്റ്റെഫി ഏതാ?
ഹെലൻ രണ്ട് കെല്ലർ സ്റ്റെഫി അല്ല, ഉണ്ട് മിസ്സേ. രണ്ട് സ്റ്റെഫി ഉണ്ട്. സ്റ്റെഫി ജോസഫ്. മിസ് അടുത്ത ആഴ്ച ഒരു എക്സാം ഉണ്ട്, അപ്പം കയറാൻ പറ്റുമോന്ന് അറിയില്ല. ഓക്കെ, കുഴപ്പമില്ല. വേറെ ആരെങ്കിലും ഹെലൻ കെല്ലർ? ഭദ്ര? മിസ് അതില്ലേ ആക്ഷൻ സോങ് കാണിക്കാൻ പറ്റുമോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചാൽ മതിയോ? ആ മതി. ദിവ്യ, ഹെലൻ കെല്ലറിന്റെ ടോപ്പിക് പറയാൻ പറ്റുമോ? ആ പറയാം മിസ്സേ. പഠന വൈകല്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പഠന വൈകല്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ആർക്കാ പറയാനായിട്ട് പറ്റാം? നല്ല രീതിയിൽ ഇതിലിപ്പോ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യം നല്ല രീതിയിൽ സെർച്ച് ചെയ്ത് കണ്ടെത്തേണ്ട ടോപ്പിക്കാണ് പഠന വൈകല്യം. പ്രിയ മോൾ? ഞാനേ ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് റെസ്റ്റിലാണ്. എനിക്ക് വായിക്കാനുള്ളത്. ജിൻസി, യെസ് മാം. പ്രസന്റ് ചെയ്യാൻ പറ്റൂടെ പഠന വൈകല്യം? ചെയ്യാം. ജസ്റ്റ് നോക്ക്, എന്നിട്ട് ഞാനും സപ്പോർട്ട് ചെയ്യാം നിങ്ങളെ. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞേ? എൻഡോസൾഫാനാണോ? ലിൻഷി ഭോപ്പാൽ ആണ്, ഭോപ്പാൽ. ഓക്കെ ഓക്കെ ശരി. എൻഡോസൾഫാൻ, ആൻസി ആൻഡ് ഷൈമ. ഭോപ്പാൽ, റീജു ആൻഡ് ലിൻഷി. ഹെലൻ കെല്ലർ, ദിവ്യ. പഠന വൈകല്യങ്ങള് ജിൻസി. ദിവ്യ പ്രസന്റ് ചെയ്തോടെ ആക്ഷൻ സോങ്? ദിവ്യ? മിസ്സേ അതെ, എനിക്ക് ചെറിയ പേടിയുണ്ട്. കുഴപ്പമില്ല. ആ ചെയ്തോടാ. ഞാൻ പുറത്ത് വായിക്കായിരുന്നു മിസ്സേ, കുറച്ചു മുമ്പ് വന്നുള്ളൂ. ഓക്കെ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ. Early to bed, early to rise. Wish good morning, wish good night. Early to bed, early to rise. Wish good morning, wish good night. Follow good habit, be a good child. Follow good habit, be a good child. Bath every day, brush your teeth, comb your hair, and cut your nails. Bath every day, brush your teeth, comb your hair, and cut your nails. Follow good habit, be a good child. Follow good habit, be a good child. Wash your hands before and after meals. Fight with germs and keep yourself clean. Wash your hands before and after meals. Fight with germs and keep yourself clean. Follow good habit, be a good child. Follow good habit, be a good child. തോന്നിട്ട് കുഴപ്പമില്ല, കുഴപ്പമില്ല. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു ഓൾ. ഇന്ന് ആക്ഷൻ സോങ് പറഞ്ഞ എല്ലാവരും നന്നായിട്ട് എന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ പഠന വൈകല്യങ്ങൾ ആരാ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞേ? ജിൻസി. ജിൻസി അല്ലേ? ഓക്കെ, താങ്ക് യു ഓൾ. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ.